ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സരസ്വതി ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടി മിസ്സിംഗ് ആയതിനെ തുടർന്ന് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. അല്ല, കുറേ ഹിന്ദിക്കാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ടീച്ചർ വന്നിറങ്ങിയപ്പോഴത്തേക്കിനല്ല അവന്മാർ മുറുക്കി ചോപ്പിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ടീച്ചർ കണ്ടില്ലായിരുന്നു, ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം ടീച്ചറമ്മ പറയും, ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ടീച്ചറാണെന്ന് പറഞ്ഞ് ഉള്ളിൽ കയറിയെന്നാൽ മാത്രം കുട്ടികളെ നോക്കിയാൽ മതിയോ? വെളിയിൽ ഇറങ്ങുമ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കണം. അതെങ്ങനെ? ഇവിടെ ബെല്ലടിച്ചതിന് ശേഷം ടീച്ചേഴ്സ് പോലും കൊണ്ട് സ്കൂളിൽ വരുന്നത്. ഇന്നലെ എയ്യോ പറഞ്ഞതേ ഉള്ളൂ ഈ സ്കൂളിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യുമെന്ന്. സുനി, ഈ നേരത്തൊരു തർക്കം വേണ്ട എന്നിങ്ങനെ മറ്റുള്ള അധ്യാപകർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട് ഇത് കളി വേറെയാണ്. ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചെന്ന ക്ലാസ് ടീച്ചറും ഹെഡ് മാസ്റ്ററും എല്ലാവരും അഴിയെണ്ണും, നോക്കിക്കോ. അപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇത് പ്രശ്നമാകും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ബാക്കിയുള്ളൊരു ക്ലാസ് ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട്, സുനിച്ചേട്ടാ പ്രശ്നങ്ങളൊക്കെ പിന്നെ മതി, ബാക്കി ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവട്ടെ. ടീച്ചർ ഇങ്ങോട്ട് വന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം കൂടെ ഉള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും സുനി അപ്പോഴത്തേക്കിനും ഫോൺ എടുത്ത് ആരെയും വിളിക്കാനെന്നുള്ള വ്യാജേന അങ്ങോട്ടേക്ക് മാറുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സുനിയാണെങ്കിൽ നമ്മുടെ മെമ്പറെയാണ് വിളിച്ചറിയിക്കുന്നത്. മെമ്പറുടെ മോളിലെ ആണല്ലോ കാണാതായത്. ആ കൂടത്തിൽ തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പിടിപാടുകളൊക്കെ വെച്ചിട്ട് പോലീസിലും കൂടെ ഒന്ന് വിളിച്ചറിയിച്ചേക്കാൻ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ പോലീസിൻ്റെ വാഹനമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ക്ലാസ് ടീച്ചർ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സരസ്വതി ടീച്ചറാന്ന് പറഞ്ഞിട്ട് സരസ്വതി ടീച്ചറിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. പോലീസ് ഇങ്ങനെ സരസ്വതി ടീച്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം സ്കൂളിന് കോമ്പൗണ്ടിനുള്ളിൽ വെച്ചിട്ടല്ലേ, പുറത്ത് വെച്ചിട്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നല്ലേ, അപ്പം ആരൊക്കെ വന്നിട്ടുണ്ടെന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. രക്ഷകർത്താക്കൾ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ടീച്ചറെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ടീച്ചറിനെ അനാസ്ഥയെ പറ്റിയിട്ട് ഇന്നലെ എയ്യോ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ബോധപൂർവമായ അനാസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പോലീസുകാരൻ പറയണേ. സാറേ, എൻ്റെ അനാസ്ഥയുടെ പേരിൽ എന്നെ ലോക്കപ്പിൽ ഇടുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കണം. അതൊന്നും ടീച്ചർ എന്നെ പഠിപ്പിക്കേണ്ട. വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങളിവിടെ എത്തിയോ? പക്ഷേ കുട്ടിയെ സെർച്ച് ചെയ്യാൻ ഇതുവരെ ഒരു നടപടിയും തുടങ്ങിയില്ലല്ലോ സർ. അത് ടീച്ചർക്ക് എങ്ങനെ അറിയാം? എങ്ങനെ ഒരു കേസ് ഹാൻഡിൽ ചെയ്യണമെന്ന് ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോഴത്തേക്കിനും മറ്റ് രണ്ട് കൂട്ടർ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് സാറേ, അശ്രദ്ധ കാണിച്ചതും പോരാ, എന്നിട്ട് പോലീസിൻ്റെ വകുപ്പും കൂടെ പഠിപ്പിക്കുകയാണ്. അതൊക്കെ അവർ വേണ്ടതുപോലെ കൊടുത്തോളും. അപ്പോഴത്തേക്കിനും മെമ്പർ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അയ്യോ, എൻ്റെ മോളെ ആരാ പിടിച്ചോണ്ട് പോയെന്ന് ചോദിച്ചോണ്ട്. അയ്യോ, എൻ്റെ മോളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, അയ്യോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട് മെമ്പറെ അങ്ങോട്ടേക്കൊന്ന് പിടിച്ച് മാറ്റാനൊക്കെ പറയുന്നുണ്ട്. കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് മേടിച്ചോ എന്നിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരെ കുട്ടിയുടെ നിറം എങ്ങനെയാണ്? അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് വെളുത്തിട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെലിഞ്ഞിട്ടാണ്, കറുത്ത ശരീരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോളെ ഒന്ന് സമാധാനിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും സുനി അവിടെ നിന്ന് ആരുമൊക്കെ ആയിട്ട് ഫോണൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഇവിടെ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ കറങ്ങുന്നുണ്ടായിരുന്നു സാർ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട് എല്ലാ അന്യ തൊഴിലാളി സംസ്ഥാനക്കാരെയും ക്രിമിനൽസായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. അങ്ങനല്ല സാർ, അവർ പെൺകുട്ടികളെയൊക്കെ വല്ലാണ്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റ് തെളിവെടുപ്പ് പോലീസുകാർ ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് ഫിറ്റ്സ് പോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കുട്ടിക്ക് വിഷമകരമായ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ നടന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി കരയുകയാണേ. മോൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, ഒന്ന് അന്വേഷിക്കുക സാറെന്നും പറഞ്ഞ് മെമ്പർ പോലീസിനോടൊക്കെ പറയുന്നുണ്ട്. കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കിനും പറയുവേ കുട്ടിയുടെ അച്ഛൻ ഞങ്ങൾക്ക് ചിലവിനൊന്നും തരില്ല സാറേ, പിന്നെ ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനും മോളും ഇപ്പം എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ പോലീസുകാരൻ മോളെന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലയിൻറ്റ് തരണം, ടീച്ചറും വരണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോലീസുകാരൻ വണ്ടിയിൽ കയറി പോകുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അവിടെ ഒത്തിരി ഹിന്ദിക്കാരന്മാരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഒരു ലേഡീസ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇവരെ കുറേ ചോദ്യം ചെയ്തു, ഇവർ പാവങ്ങളാന്ന് പറയുവേ. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ എന്ത് ക്രൈം നടന്നാലും ഇവരെയാണ് ആദ്യം സംശയിക്കുന്നത്, എന്താണെങ്കിലും ഇവരിവിടെ നിൽക്കട്ടെ പിന്നെ അയക്കാമെന്ന് പറയും കേട്ടോ. പോലീസുകാർ വളരെ കാര്യമായ രീതിയിൽ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വോയിസ് മെസ്സേജുകൾ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വോയിസൊക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ സെർച്ചിങ് നടത്തുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിനടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികളെ ജനങ്ങളെല്ലാവരും കൂടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അവിടെ പ്രശ്നം രൂക്ഷമാകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ല്, പ്രദീപിനെയും കൂടെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ പാഷാണം ഇല്ലേ, PTA പ്രസിഡൻറ്റോ ഇന്ത്യൻ പ്രസിഡൻറ്റോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, അവനാണ് നാട്ടുകാരോടെല്ലാം പറഞ്ഞ് ഇളക്കിയിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സുനി ചോദിക്കുവേ എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേന്ന് ചോദിക്കുവേ SI സാർ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറയുവേ.
അപ്പോഴത്തേക്കും നമ്മുടെ സുനി ഉള്ളിലേക്ക് കയറി ചെല്ലുവേ. നിന്നോട് ആരാടാ പറഞ്ഞ, നാട്ടുകാരോടെല്ലാം പറഞ്ഞ് ഇളക്കാന്നൊക്കെ പറഞ്ഞ് പോലീസുകാരന് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കടമെന്ന് വരുമ്പോൾ തന്നെ വലിയ ജാടയിലേക്ക് കോളറൊക്കെ പിടിച്ച് മേലോട്ടൊക്കെ ഉയർത്തി PTA പ്രസിഡന്റ് സുനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുന്നതൊക്കെ. അപ്പം ഇങ്ങനെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കിനും സുനി പറയുന്നുണ്ട്, അവരൊക്കെ ക്രിമിനൽസ് സാറേ, നോണ എന്ന് പറഞ്ഞിട്ട് SI പെട്ടെന്ന് തന്നെ ചാടി എണീച്ചിട്ട്, ഇനി ഏതെങ്കിലും ഹിന്ദിക്കാരന്മാരെ ജനങ്ങളെ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് ഞാൻ ലോക്കപ്പിലിടും, പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ സരസ്വതി ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത്. ഓ, ഇപ്പോൾ വാദി പ്രതിയായോ? സരസ്വതി ടീച്ചറിനെ ചൂണ്ടിക്കാണിക്കൊണ്ട് സുനി പറയുന്നുണ്ടേ, കുട്ടി മിസ്സാവാൻ കാരണം ഇവരുടെ അനാസ്ഥയാണ്. കൊള്ളാം, എന്നിട്ട് നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരനെ ചൂട് പിടിപ്പിക്കുകയാണേ. ചോദിക്കില്ല, അത് ഞങ്ങൾക്കറിയാം, സ്വാധീനം. ഇവരുടെ മരുമകൻ പോലീസാണല്ലോ, സാറിന് വിളി വന്ന് കാണും. സുനി നിർത്തിക്കോ, ഞാനൊരു പുന്നാര മോനും കേൾക്കുന്ന ആളല്ല. അപ്പോഴത്തേക്കും നമ്മുടെ സരസ്വതി ടീച്ചർ സാറേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ കേട്ടോ. നിങ്ങളുടെ ഒരാളുടെ അസത്തേക്ക് വന്നിട്ടുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായത് എന്ന് മുഖത്ത് നോക്കി പറയുകയാണേ. സാർ അത് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും പോലീസുകാരൻ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് തള്ളിയിടുന്നുണ്ട്. അപ്പോൾ സരസ്വതി ടീച്ചർ വീടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും മേരിക്കുട്ടി ടീച്ചറിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ബാക്കി എല്ലാവരും ആകപ്പാടെ സങ്കടത്തിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ വെളിയിൽ വന്നിട്ട് മേരിക്കുട്ടി ടീച്ചർ നമ്മുടെ മഹേഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. മഹേഷ് അപ്പോൾ നമ്മുടെ മറ്റേ പെൺകുട്ടിയായിട്ട് ഹോട്ടലിലിരുന്നിട്ട് സല്ലപിക്കുകയാണല്ലോ. അപ്പോൾ മഹേഷിനെ വിളിച്ച് കഴിയുമ്പോൾ എനിക്കിപ്പോൾ വരാൻ നേരെയില്ല, കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യേ. പിന്നെ രാധേനെ വിളിക്കും കേട്ടോ. രാധ അമ്മത്തപ്പോഴത്തേക്കിനും വിളിച്ചിട്ട് പറയും, വിഷ്ണുവിനോടൊന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും രാധ പറയുന്നുണ്ട്, പുള്ളിക്കാരൻ ഇപ്പം തിരക്കില്ല, ജോലി സ്ഥലത്ത് തിരക്കിലായിരിക്കും, അപ്പോൾ ഈ ഫോണൊന്നും കണ്ടാൽ എടുക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് വീണ്ടും പറയും കേട്ടോ, ഒന്നുകൂടൊന്ന് വിളിച്ച് പറയാൻ പറയും കേട്ടോ. ഇല്ല, ഫോൺ എടുക്കുന്നില്ലെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവേ. പിന്നെ നമ്മുടെ മേരി ടീച്ചർ വീണേനെ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും വീണ അങ്ങോട്ടേക്ക് ഓടി വരുവാണേ. സർ, എൻ്റെ അമ്മയാണ്. സോ വാട്ട്? എന്തിൻ്റെ പേരിലാണ് സാർ എന്നെ അമ്മ ഒരു പ്രതിയെ പോലെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയവേ, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അപ്പം മോള് പറയുന്നുണ്ട്, അമ്മ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, ഇതൊന്നും ശരിയല്ല സാർ, പഴിചാരി ഇങ്ങനെ പിടിച്ച് നിർത്തുകയല്ല വേണ്ടത്, അന്വേഷിച്ച് കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് പറയാം. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ശരിയും തെറ്റുമൊന്നും നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ശരിയൊക്കെ അറിയണം സാർ, ഞാനിപ്പോൾ ലൈവ് പോകാൻ പോവാണ്, നാട്ടുകാരും കൂടെ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ മൊബൈൽ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പോലീസുകാരനെ ഒന്നും ചെയ്യാൻ പറ്റാതാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റഫീക്ക് എല്ലാത്തിനും പിടിച്ച് പുറത്താക്കാൻ പറയുവേ. അങ്ങനെ സരസ്വതി ടീച്ചർ അടക്കം എല്ലാവരെയും പുറത്തേക്ക് വിടും കേട്ടോ. അങ്ങനെ എല്ലാവരും വെളിയിലോട്ട് വരുന്നുണ്ട്. മഹേഷ് അപ്പോഴും ആ കുട്ടിയായിട്ട് കൊഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാധയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് വ്യാപൃതരാകും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ പിന്നെ കാണിക്കുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി ടീച്ചർ പറയുന്നുണ്ട്, ആ കുഞ്ഞു കുട്ടീനെ കാണാതായതിലാണ് എനിക്ക് വിഷമം എന്ന് പറയുവാണേ. അപകടമൊന്നും വരുത്തല്ലെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയും. അപ്പോഴത്തേക്കും വീണ് പറയും, കുട്ടീനെ കിട്ടുന്നേ, അമ്മയൊന്നും സങ്കടപ്പെടാതിരിക്കേ. അപ്പോഴത്തേക്കിനും കുറച്ച് പോലീസുകാർ കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രതികളെ അന്വേഷിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളൊന്നും ആ പരിപാടി ഏറ്റെടുക്കേണ്ട കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് താക്കീത് കൊടുത്ത് അയക്കുന്നുണ്ട്. പിന്നീട് വമ്പൻ ടെസ്റ്റുമായിട്ട് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറിൻ്റെ മകൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഒരു കറുത്ത കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നേരെ വന്ന് ഇറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കുട്ടീനെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല, കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറയാം. അപ്പം നീ ആരാണെന്ന് ചോദിക്കുക. അന്നേരത്തേക്കിനും പറയും, ഞാൻ മേരിക്കുട്ടി ടീച്ചറിൻ്റെ മകനാന്ന് പറയും കേട്ടോ. എന്നിട്ട് നേരെ തന്നെ അവൻ വെളിയിൽ ഇറങ്ങി പോയിട്ട് കാറ് തുറന്ന് കുട്ടീനെ ഇറക്കുമ്പോഴത്തേക്കിനും കൂടെ കുട്ടിയുടെ അച്ഛനുമാണുള്ളത് കേട്ടോ. വളരെ കാലമായിട്ട് കുട്ടിയുമായിട്ട് പിണങ്ങി അമ്മ പോയി നിൽക്കുമായിരുന്നല്ലോ. അപ്പം മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ മുത്തശ്ശി വാശി പിടിച്ചതിൻ്റെ പേരിൽ കുട്ടിയുടെ അച്ഛൻ കുട്ടീനെ കൊണ്ടുപോയിട്ടൊന്ന് കാണിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടിയുടെ അമ്മയായിട്ടുള്ള മെമ്പർ ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുവേ. അപ്പം നമ്മുടെ പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കും കേട്ടോ, ഇയാൾ ആരാന്ന് ചോദിക്കുവേ. അപ്പം മേരിക്കുട്ടി ടീച്ചറിൻ്റെ മോൻ വന്നിട്ട് പറയും, ഇത് ഈ കുട്ടിയുടെ അച്ഛനാന്ന് പറയുവേ, വിനോദ്. അപ്പോഴത്തേക്കിനും ഇത് ഈ കുട്ടിയുടെ അച്ഛനാണെന്ന് ചോദിക്കുവേ. ആണ് സാറെന്ന് പറയുന്നുണ്ടേ. പക്ഷേ ഇയാൾ ഞാൻ അറിയാതെയാണ് കുട്ടീനെ പിടിച്ചുകൊണ്ട് പോയത്, നിങ്ങളെന്താ കളിയാക്കുക, കുട്ടീനെ അച്ഛൻ തട്ടിക്കൊണ്ട് പോയെന്നോ, നിങ്ങളിത് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ചൂടാകുന്നുണ്ട്. ഇതെന്താ തമാശ കാണിക്കാനുള്ള സ്ഥലമാണ് സർ, കുട്ടീനെ തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ല, വിനോദേട്ടനും മെമ്പറുമായിട്ട് പിണങ്ങി കുറേ നാളായിട്ട് മെമ്പറുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്, അതുകൊണ്ട് അമ്മ അറിയാതെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാമെന്നോ, ഇങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണു അവനെ തല്ലാൻ പോവേ വിനോദിനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ടീച്ചർ കയറി ചെന്നിട്ട് നമ്മുടെ പോലീസുകാരൻ്റെ കൈ പിടിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് സാറ് ഈ അച്ഛനെ തല്ലരുതെന്ന് പറയുവേ, അത് അച്ഛനും മകൾക്കും ഇടയിലുണ്ടാക്കുന്ന മുറിവ് ചെറുതല്ല എന്നിങ്ങനെ ടീച്ചർ ഒന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. നല്ല ന്യായങ്ങളാണ്, നിങ്ങൾ പറയുമ്പോൾ അന്വേഷിക്കണം, നിങ്ങൾ പറയുമ്പോൾ നിർത്തണം,
എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ അങ്ങ് പോലീസിനെ ഭരിച്ചാൽ മതി. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട്, അങ്ങനെയല്ല സർ, കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനെ തല്ലരുതെന്ന് മാത്രമേ ടീച്ചർ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നമ്മുടെ കുട്ടിയുടെ അമ്മ വിനോദിനോടുള്ള ദേഷ്യം കൊണ്ടിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീച്ചറെ വിദ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കേസും കൂട്ടും ഒന്നും വേണ്ട, അതൊക്കെ വഷളാകുകയുള്ളൂ, കേസൊക്കെ പിൻവലിച്ച് കുട്ടീനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ജോണേട്ടാ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് വീണയെ. എന്തിനെന്ന് ചോദിക്കുക, അത്രയ്ക്ക് സിറ്റുവേഷൻ ഇവിടെ അലമ്പായതായിരുന്നു. അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിനോദേട്ടനെ വിളിച്ചാണ്, ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫോൺ എടുക്കാഞ്ഞുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് ചെന്നതാണ്. മോനെ, ദൈവമായിട്ടാണ് നിന്നെ കൊണ്ട് അത് തോന്നിച്ചതെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. വിനോദേ, കുഞ്ഞിനെ വിളിച്ചിട്ട് പോകുമ്പോൾ ടീച്ചറിനോട് ഒന്ന് പറഞ്ഞിട്ട് പോകാനും കൂടെ ഒരു മര്യാദ കാണിക്കായിരുന്നു എന്ന് പറയാ. ഞാൻ പെട്ടെന്ന് കൂട്ടിയിട്ട് പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാമല്ലെന്നും പറഞ്ഞുകൊണ്ട് പോയതല്ലേ ടീച്ചറെ, സോറി പറയുക, എല്ലാം പ്രീതിയുടെ വാശി കൊണ്ടാണ് എന്നിങ്ങനെ പറയേ. ചെലവിന് കൊടുക്കുന്നില്ല, പൊതുപ്രവർത്തനത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പ്രീതി പോലീസിനോട് പറഞ്ഞത്. എല്ലാം വെറുതെയാണ് ടീച്ചറെ, ടീച്ചറൊന്ന് പ്രീതിയോട് സംസാരിക്കണം എന്ന് പറയുവേ. എല്ലാം ശരിയാവുകടാ, നീ വിഷമിക്കാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വിനോദ് കരയുന്നുണ്ട്. അപ്പം നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ സന്തോഷമായില്ലേ, ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക് പെണ്ണേന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എല്ലാവരും. എന്നിട്ട് നമ്മുടെ ടീച്ചർ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ വീണ്ടും തിരിച്ചു കയറി പോയിട്ട് നമ്മുടെ പോലീസ് ഇൻസ്പെക്ടറുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, കൈയും തൊഴുതിട്ട് കൂപ്പിയിട്ട് എല്ലാത്തിനും നന്ദി, ചെയ്ത പ്രവൃത്തിക്കും എന്നോട് പറഞ്ഞ നല്ല വാക്കുകൾക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക്